ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറി. അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അങ്ങനെയാണ് ഉണ്ടാക്കുക അല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കണ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പം നമുക്കതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പറയാം. 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് 2 സവാള. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ പൊടിയാണ് ഞാൻ അവിടെ ആഡ് ചെയ്യണത്. ഫ്രഷ് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഞാനിവിടെ പൊടിയാണ് ആഡ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്, അപ്പോൾ നമ്മളിവിടെ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉലുവ ഒരു നുള്ള് എടുത്തിട്ടുള്ളൂ ആവശ്യത്തിന്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഗരം മസാല ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചത് ചൂടായതിനു ശേഷം അതിലേക്ക് പെരിഞ്ജീരകവും ഉലുവയും ചേർത്ത് കൊടുക്കുക. പൊടിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ അത് രണ്ടും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണ വരെ ഒന്ന് ഇളക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഉള്ളി ജസ്റ്റ് ഒന്ന് വാടണ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഉള്ളിലൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മളതിൽ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കിനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
തേങ്ങാപ്പാൽ ഇവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ തേങ്ങാപ്പാൽ ഇതിൽ ഒഴിക്കേണ്ട മുന്നേ പൊടി ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഡിസോൾവ് ചെയ്തതിൻ്റെ ശേഷം ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പൊടി ഇതിലിടുകയാണെങ്കിൽ പൊടി കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ചേർത്ത് ഒഴിക്കുകയാണ് നല്ലത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം. ചിക്കൻ വേവണ വരെ ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനിലും കറിയിലൊക്കെ നന്നായി തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നന്നായി പിടിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ നമ്മൾ 2 തരത്തിൽ ചിക്കൻ കറിയിൽ ഒഴിക്കും. ഒന്ന് കറി വെന്തതിന് ശേഷം ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ ഓഫാക്കി വെക്കും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർക്കും. ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുന്നതാവും ഒന്നും കൂടെ നല്ലത്. കാരണം വെന്ത് വരുമ്പോൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറിക്ക് മാത്രമേ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ചിക്കൻ്റെ കൂടെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനും കറിക്കും നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അരമണിക്കൂർ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ആയിക്കഴിഞ്ഞാൽ അവസാനം നമുക്കതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്ത് വന്നിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.